ഈ സമയത്തൊക്കെ ഇറക്കിയത് കുറച്ച് കടത്തുപോയി തോന്നുന്നു. അല്ല, എനിക്ക് തോന്നുന്നു ഒരു കാലമല്ല. ഇപ്പം നമ്മളിപ്പം എത്രയോ വർഷമായിട്ട് സിനിമകൾ ഓരോ സീസണിൽ 4, 5, 6 സിനിമകൾ വരുന്നു. ഒരു സമയത്തും ഒരു സിനിമയുടെ വിജയം മറ്റൊരു സിനിമയ്ക്ക് ആളെ കുറയ്ക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഏത് സീസണിലായാലും 2 നല്ല സിനിമ വന്നിട്ടുണ്ടെങ്കിൽ 2 പടം ഓടും, 4 നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ 4 ഓടും. ഇനി ഒരു പടവും നല്ലതല്ലെങ്കിൽ ഒരു പടം ഓടത്തില്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി എന്നാണ് തോന്നുന്നത്. ഒന്നിനും കോമ്പറ്റീഷനൊന്നും അല്ല. നമ്മൾ എന്തായാലും ക്രിസ്മസിന് ഇഷ്ടം പോലെ അവധി ദിവസമുണ്ട്. 3, 4, 5 നല്ല പടം വന്നാലും കാണാനുള്ള സമയമുണ്ട്. അതാണ് അറിയത്തില്ല. വീട്ടിൽ നിന്ന് നമ്മളെ സൗഹൃദത്തിൽ പകുതി കണ്ടിട്ട് അവിടെ പോയിട്ട് കാപ്പ് പൊടിച്ചിട്ട് വന്ന് വീണ്ടും ബാക്കി കാണാം. അല്ലെങ്കിൽ പിള്ളേരിടയ്ക്ക് വഴക്കുണ്ടാക്കും, അവിടെ പിള്ളേരെ സമാധാനിപ്പിച്ച് ബാക്കി കാണാം. അപ്പോൾ എല്ലാം തിയേറ്റർ സിനിമ. രണ്ടും എൻറ്റയർ ഡിഫറെൻ്റ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസും നമ്മുടെ OTT അതൊക്കെ ഭയങ്കര ഡിഫറൻസ് ആണ്. ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യാനേ പാടില്ല. ഇതൊരു സിനിമയുടെ വേറൊരു സിനിമ വന്നുകൊണ്ടാണ് ഒരു സിനിമ ശ്രദ്ധിക്കാതെ പോണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നുവരെ അങ്ങനെ മലയാളത്തിലൊരു എനിക്ക് അങ്ങനെ ഒരു അനുഭവം തോന്നിയില്ല. വേറൊരു സിനിമ ഭയങ്കര വിജയത്തിൽ ഓടുന്നതുകൊണ്ട് വേറെ സിനിമയ്ക്ക് ആളില്ലാണ്ട് പോകുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നുമില്ല. നമുക്കിപ്പം നല്ലൊരു സിനിമയാണെങ്കിൽ ആരും തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യാനെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ആവശ്യമാണല്ലോ നല്ലൊരു സിനിമ തിയേറ്ററിൽ വരുമ്പോൾ തിയേറ്ററിൽ തന്നെ കാണുക എന്നുള്ളത്. വളരെ മോശമായിട്ട് അതിന്റെ റിവ്യൂ ചെയ്തു. അതോടുകൂടി ആ പടം ഇരുന്നു പോയി എന്നാണ് ഇപ്പോഴത്തെ ഒരു ടോപ്പ് വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ OTT വന്നപ്പോൾ വൻ വിജയമായി മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. എൻ്റെ അഭിപ്രായം അതല്ല. ഞാൻ ഒരാളൊരു റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു സിനിമയ്ക്ക് ആൾ കയറാതിരിക്കുന്നു ഞാൻ കരുതുന്നില്ല. ഒരാളുടെ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ല മലയാള സിനിമ അല്ലെങ്കിൽ ഇൻഡസ്ട്രി നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആളുകൾ കയറുന്നതൊക്കെ. ആളുകൾ ഇപ്പം അതിനെ ചെറുതായിട്ട് ചിലപ്പോൾ സ്വാധീനിക്കായിരിക്കും എന്നല്ലാതെ അത്രയ്ക്കൊക്കെ ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു റിവ്യൂറിനോ അല്ലെങ്കിൽ 2, 3 പേർക്ക് ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ആ സിനിമ പോപ്പുലർ ആകാതിരിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. ആളുകൾ ഒരു മൗത്ത് പബ്ലിസിറ്റി ഇല്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വളരെ കുറച്ച് ആളുകളായിരിക്കും റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നണേ, ഞാൻ വിശ്വസിക്കുന്നത്. അധികം പേര് നമുക്ക് അടുത്തറിയാവുന്ന ഒരാളുടെ ഒരു പേഴ്സണലി അറിയാവുന്ന ഒരാൾ നമ്മുടെ ഒരു സുഹൃത്തൊരു പടം കണ്ടിട്ട് അയാൾ പറയുന്ന ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കിയാണ് കൂടുതൽ ആളുകളും പോകുന്നതെന്നാണ് സിനിമ കാണാൻ തീരുമാനിക്കപ്പെടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം അതല്ല. ഞാൻ റിവ്യൂ അല്ലെങ്കിൽ ഒരാളൊരു സിനിമയെ കുറിച്ച് നല്ലത് പറഞ്ഞെന്ന് വെച്ചിട്ട് ആരും കാണാനും പോകത്തില്ല. അല്ല, തീരെ ചെറിയ സ്വാധീനം ഉണ്ടാവുമായിരിക്കും എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒരു മികച്ച സിനിമയെ ഇല്ലാണ്ടാക്കാൻ ഒരു റിവ്യൂവിനൊന്നും പറ്റില്ല. ഒരാളൊരു റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു മികച്ച സിനിമയെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതേപോലെ ഒരു മോശം സിനിമേനെ ഒരാൾ 4 പേര് നല്ലത് പറഞ്ഞെന്ന് വെച്ചിട്ട് നന്നാക്കാനും പറ്റില്ല. ആൾക്കാർ അത്ര പൊട്ടന്മാരൊന്നും അല്ല പ്രേക്ഷകർ. എന്നെ ഈ പടത്തിലോട്ട് ആഷിക്കാണ് വിളിക്കുന്നത്. എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ആഷിക്കിൻ്റെ കൂടെ ശ്യാം പുഷ്കറിൻ്റെ സ്ക്രിപ്റ്റിലും ദിലീഷ് പോത്തിൻ്റെ കൂടെയൊക്കെ ഒന്ന് അഭിനയിക്കണമെന്നുള്ളത്. അത് എന്തായാലും ഒരു 10-40 ദിവസം ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഞങ്ങളവിടെ ഈ പടം പൂർത്തിയായി. വളരെ ത്രില്ലിലായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ പടം ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കാണാൻ വേണ്ടി. കാരണം ഞാനും ഇങ്ങനെയുള്ള ഒരു വേഷത്തിന് മുമ്പുള്ള പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. എന്തായാലും ഞാൻ ആഷിക്കിനോടും ആ ക്രൂവിനോടുമാണ് ഒരുപാട് താങ്ക്സ് പറയുന്നത്. ഈ പടം എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഈ പടം ഒരു വമ്പിച്ച വിജയമാക്കി നിങ്ങളേറെ തീർക്കണം. താങ്ക് യു സോ മച്ച്. പ്രൊമോഷൻ അധികം കുറവായിരുന്നു. ഇപ്പോൾ ആദ്യത്തേക്ക് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകൾക്കും വലിയ ഹൈപ്പ് കൊടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ച് എല്ലാവരും ഇപ്പോൾ പുഷ്പേനങ്ങൾ ഒരുപാട് മൂവിയാലും ആൾക്കാരിലേക്ക് അധികമായിട്ട് പ്രതീക്ഷകളുടെ അമിത ഭാരം അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രൊമോഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ റൈഫിൾ ക്ലബ്ബൊക്കെ ഈ പ്രൊമോഷൻ കുറവായിരുന്നു. സിനിമ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രസ് മീറ്റ് ആയാലും വെച്ചിട്ടുള്ളത്. ഇപ്പോൾ മാർക്കോ ആയാലും നാളെ റിലീസിന് എത്തണം. അപ്പോൾ അത് റിവ്യൂ നേരത്തെ റിവ്യൂവിൻ്റെ കാര്യമാണ്. ഇപ്പോൾ റിവ്യൂവിനെയൊക്കെ ഇങ്ങനെ പേടിച്ചിട്ടാണോ അതോ അങ്ങനെ ആൾക്കാരിൽ നിന്ന് ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ ആവും അങ്ങനെ
അങ്ങനെയൊക്കെയുള്ള റിവ്യൂകൾ വരുന്നത് കൊണ്ടാണോ ഇപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്? ഒരു ട്രെൻഡ് മാറിയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ഓരോ സിനിമയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ചായിരിക്കും അത് അങ്ങനെ ചെയ്യപ്പെടുന്നത്. പിന്നെ എനിക്ക് നമ്മൾ സിനിമയിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വന്നിരുന്നിട്ട് ഭയങ്കര തള്ളുതള്ളി ഭയങ്കര സിനിമയാണ്, നിങ്ങളെല്ലാവരും പറഞ്ഞ ആനയാണ് കുതിരയാണ് എന്ന് പറയുന്നതൊക്കെ എത്രമാത്രം എഫക്റ്റീവാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഇപ്പം കാരണം ഇപ്പം നമുക്കൊരു സിനിമ ഇന്നിപ്പം ഇറങ്ങി, ഇന്ന് റിലീസായി, രാവിലത്തെ ഷോ ഉച്ച കഴിയുമ്പോഴത്തേക്കും കേരളത്തിൽ ഇപ്പം ആ ഒരു സിനിമയോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമ കാണുന്ന കേരളത്തിലെ ഒരു 90% പ്രേക്ഷകനും ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞ് അവരിന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ ആഴ്ച ഈ സിനിമ കാണണോ വേണ്ടയോ എന്നുള്ളത്. കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരും തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു മാസം കൊണ്ട് ഒരുക്കൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ അതിപ്പോൾ ഇന്ന് രാവിലെ പടം റിലീസായി വൈകുന്നേരം ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പടം നല്ലതാണോ നല്ലയോ എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ ടിക്കറ്റ് എടുക്കും, സിനിമ കാണും, അത്രയേ ഉള്ളൂ. അതിനകത്ത് ഭയങ്കര ഒരു തള്ളിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ആൾക്കാരെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് എത്ര ആവശ്യമുള്ളൂ തോന്നുന്നു. ഞാനിപ്പോൾ ഇത് അനാവശ്യമായിട്ട് പറയാൻ തോന്നും, അഹങ്കാരമായിട്ട് ചിലപ്പോൾ തോന്നും. സത്യമായിട്ടുള്ള കാര്യമാണ്, പറയണമെന്ന് തോന്നിയോണ്ട് പറയുക. ഞാനൊരു 40-42 വർഷമായി സിനിമയിൽ നിൽക്കുന്നു. അന്ന് ഈ റിവ്യൂ പരിപാടിയൊന്നുമില്ല. സിനിമ വരുന്നു, നാന, വെള്ളി നക്ഷത്രം, അങ്ങനെ ചിത്രകാർത്തി, അങ്ങനെ കുറേ മാഗസിനുണ്ട്. അതിനകത്ത് കൊള്ളാമെന്ന് പറയും. അല്ലെങ്കിൽ സിനിമ തിയേറ്റർ നല്ലതാണെങ്കിൽ ഓടും. ഇപ്പോഴും അതാണ് അവസ്ഥ. അല്ലാതെ ഈ റിവ്യൂ കൊണ്ട് നടന്ന ആളല്ല ഞാൻ ഇനി നിൽക്കാൻ പോകുന്നത് റിവ്യൂ കൊണ്ട്. അപ്പോൾ റിവ്യൂ പറഞ്ഞിട്ട് അതിൽ ഭയങ്കര ബോറാണെന്ന് ഞാൻ ബോറായിട്ട് അഭിനയിച്ച റിവ്യൂ പറഞ്ഞ് ബോറാന്ന് പറഞ്ഞു. ഞാൻ നന്നായിട്ട് അഭിനയിച്ചൊരു ബോറാന്ന് പറഞ്ഞ പ്രേക്ഷകൻ സമ്മതിക്കില്ല. ഞാൻ എന്തുകൊണ്ട് ഇത്രയും വർഷം നിൽക്കുന്നു? പ്രേക്ഷകൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഒരുത്തൻ അവിടെ ഇരുന്നുകൊണ്ട് അയാൾ ഭയങ്കര ബോറാന്ന് വേഷം കെട്ടിയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മോശമാവില്ല. ഇറ്റ്സ് എ ഫാക്ട്. ഇയാൾ എങ്ങനെയുണ്ട്, ഇയാളുടെ സിനിമ എങ്ങനെയുണ്ട്, പ്രേക്ഷകനാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അംഗീകരിക്കേണ്ടത്. അത് വളരെ ബാലിശമായ ചോദ്യമാണ്, ബാലിശമായ വിശ്വാസമാണ്. നിങ്ങളെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പൊളിക്കാമെന്ന് ഒരിക്കലും നടക്കില്ല. കലാകാരൻ അവൻ സൃഷ്ടിക്കുന്ന കലാരൂപം പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റായിട്ട് നന്നായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ മോശമാണെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ ഒരാൾ പറഞ്ഞിട്ട് അത് മോശമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓടാതിരിക്കുകയില്ല, പ്രേക്ഷകൻ ഇഷ്ടപ്പെടാതിരിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമ നയിക്കുന്നു. ഞാൻ നായകനായിട്ടുണ്ട്, സഹതന്തായിട്ടുണ്ട്, വില്ലനായിട്ടുണ്ട്, ഗുണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നു വന്നയാളാണ് ഞാൻ. പിന്നെ ഇന്ന് ഞാൻ നടന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത്, ആരും മോശക്കാരനായിട്ട് പറയുകയല്ല. ഇതുകൊണ്ടാണ് സിനിമ ഓടുന്നതെന്ന് ആരും വിശ്വസിക്കേണ്ട. നല്ലത് പറഞ്ഞാൽ നല്ലതാണ്, അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ് ഭംഗി എല്ലാവർക്കും. അല്ലാതെ ആരെയും മോശക്കാരനായിട്ട് പറയുന്നത് എന്ത് കാര്യം? പിന്നെ വ്യൂവേഴ്സ് വരെ ഉണ്ടാവുമായിരിക്കും, അതിനുവേണ്ടി പറയുന്നതായിരിക്കാം. പക്ഷേ നല്ലതായിട്ട് നല്ല സിനിമയെ പറ്റി നല്ല വിമർശനം ഉണ്ടാകുന്നതാണ് പറയുന്നയാളിന് നല്ലത്, പ്രേക്ഷകന് നല്ലത്, സമൂഹത്തിന് നല്ലത്.